കടുംപിടുത്തമല്ലല്ലോ. അങ്ങനെ ഒരു കടുംപിടുത്തം സർക്കാരിനില്ല, പ്രത്യേകിച്ച് ആശമാരുടെ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിനില്ല. കാരണം ആദ്യം വി.എസ്. സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ആശമാർക്ക് ഓണറേറിയം അനുവദിക്കുന്നത്. അന്ന് 500 രൂപയാണ്, അവസാനം 300 രൂപ പ്രഖ്യാപിച്ചു. 500 രൂപയാക്കിയിട്ടാണ് ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നത്. പിന്നീട് വന്നത് UDF സർക്കാരാണ്. ആ കാലഘട്ടത്തിൽ ഈ 500 രൂപ നേടിയെടുക്കുന്നതിന് വേണ്ടി വലിയ സമരം നടന്നിരുന്നു. അതും CITയുടെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നിരുന്നു. അതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ ആശമാരുടെ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ സർക്കാരിൻ്റെയും ഈ സർക്കാരിൻ്റെയും കാലഘട്ടങ്ങളിൽ 1000 എന്നുള്ളതിൽ നിന്ന് അത് ഓണറേറിയം മാത്രമാണ്, അത് 7000 സംസ്ഥാന സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഡേറ്റ, നമ്മുടെ ഒരു ആശയ്ക്ക് കേരളത്തിൽ ശരാശരി 13,500 രൂപ വരെ ലഭിക്കുന്നുണ്ട്. 10,000 മുതൽ 13,500 വരെ ലഭിക്കുന്ന ആശമാരുടെ ഡേറ്റയാണ്. അത് 89% ആളുകൾക്ക് 10,000 മുതൽ 13,000 വരെ ഇൻസെൻറ്റീവും ഓണറേറിയവും ലഭിക്കുന്നു. അപ്പം ചിലയിടത്തെങ്കിലും ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ പ്രചരണം നടക്കുന്നുണ്ട്. ഓണറേറിയം മാത്രമാണ്, അല്ല. ഇൻസെൻറ്റീവ്സ്, ഫിക്സഡ് ഇൻസെൻറ്റീവ് 3000 ഉണ്ട്. അതിലും 60-40 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്മ്യൂണൈസേഷൻ ഉണ്ടല്ലോ, കുത്തിവെപ്പ്. ഒരു കുഞ്ഞിന് കുത്തിവെപ്പ് എടുക്കണം, ആ കുഞ്ഞത് കുത്തിവെപ്പ് എടുക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിലും അങ്ങനെയുള്ള ഇൻസെൻറ്റീവ്സിലും 60-40 60 കേന്ദ്രം, 40 സംസ്ഥാനം. അതായത് ഒരു 13,500 രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുമ്പോൾ, അങ്ങനെ വാങ്ങിക്കുന്ന ഒരു ആശ ഉണ്ടെങ്കിൽ 10,000-നടുത്ത് രൂപ സ്റ്റേറ്റ് മാത്രം നൽകുന്നതാണ്. എക്സാക്ട്ലി പറഞ്ഞാൽ 9,600 രൂപ, 13,500 രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ 9,500 രൂപ, 600 രൂപ സംസ്ഥാന സർക്കാർ മാത്രം നൽകുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇതിലൊരു വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ളത്.